ഒരു ഒരു വിശ്വാസത്തിൽപ്പെട്ട ആളാണ് നിങ്ങൾ. ഈ അതിന് വിരുദ്ധമായി അല്ലെങ്കിൽ മറ്റൊരു ദൈവത്തിന്റെ പടം വരയ്ക്കുന്നതിന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് എതിർപ്പൊക്കെ ഉണ്ടാവാറുണ്ടോ? എങ്ങനെയാണ്, ഭീഷണികളൊക്കെ വരാറുണ്ടോ? അതൊന്നും പറയണ്ടപ്പോ. എനിക്ക് കുറേ ആങ്ങളാര്, സദാചാര ആങ്ങളാർ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ സ്വർഗവും നരകവും തമ്മിൽ പറയും. അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് കേട്ടാൽ വേഗം അവരുടെ സ്വഭാവം മാറും. ഒന്നെങ്കിൽ തെറിവിളി, അല്ലെ തോന്നിയാസം വിളി, അല്ലെങ്കിൽ അവർക്ക് എന്താണോ പറ്റുന്ന ആ രീതിയിലാണ് അവർ സംസാരിക്കുക. അവരുടെ ചിന്താഗതി എന്നെ ഉപദേശിച്ച് നന്നാക്കിയാൽ അവർക്ക് സ്വർഗം കിട്ടുന്ന ആ തെറിവിളി ആണെങ്കിലും അത് അവർക്ക് വിഷയമില്ലാത്തൊരു രീതിയിലാണ്. ഗതി കെട്ടിട്ട് ഞാൻ പോയി കംപ്ലൈന്റ് കൊടുത്തതാണ്. ഞാൻ ചാവും, ഞാൻ വണ്ടി തട്ടി ചാവും, ഞാൻ ചത്തുപോകുന്നു പറഞ്ഞ് ഈ ചാവുക എന്ന് പറയാൻ തന്നെ പാടില്ല. അത് അവർക്ക് കുഴപ്പമില്ല. അത്രക്ക് അവരെന്ത് ചെയ്യുന്നോ എന്ന് പറയുന്നത് ഒരു വിഷയമില്ല. ഞാൻ ചെയ്യുന്നതിൽ മാത്രമാണ് അവർ കുറ്റം കണക്കാക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ഇതെന്റെ ഒരു വരുമാന മാർഗമാണ്, എന്റെ അന്നമാണ്. അത് ആര് പറഞ്ഞാലും ഞാൻ നിർത്തൂല. അല്ലെ ഉപദേശിക്കാൻ ആർക്കും പറ്റും. ഈ ഉപദേശിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു നേരത്തെ അരി എനിക്ക് വീട്ടിൽ വാങ്ങിക്കൊണ്ട് ഇന്ന് വരെ കൊണ്ടു തന്നിട്ടില്ല. അല്ലെങ്കിൽ ഞാനോ എന്റെ കുഞ്ഞുങ്ങളോ അല്ലെ എന്റെ കുടുംബമോ സുഖമായിട്ടാണോ ജീവിക്കുന്നതെന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഉപദേശിക്കാൻ അത് ആർക്കും എവിടെ നിന്നും പറ്റും. അതിന് ഞാൻ ഉൾക്കൊള്ളുന്നില്ല. അത് ദൈവമാണ്. ആ ദൈവത്തിനെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അന്നം തരുന്നത്, നമ്മുടെ മുമ്പിൽ വിളമ്പുന്ന ചോറ് നമുക്ക് വിശ്വാസമില്ലേ നമുക്ക് തിന്നാൻ പറ്റൂല. ആ ഒരു ബേസിൽ നോക്കിയാൽ എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടെ തന്നെയാണ് ഞാൻ ദൈവത്തിനെ വരയ്ക്കുന്നത്. അതെന്റെ വരുമാനവും കൂടിയാണ്, രണ്ടും കൂടിയാണ്. അത് അവരാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ഒരു ഭക്തിയുള്ള അല്ലെ യഥാർത്ഥ ഒരു മുസ്ലിം എന്ന് പറയണ്ട, യഥാർത്ഥ ഒരു വിശ്വാസിയാണെങ്കിൽ ഒരാളെ ഉപദേശിക്കാൻ പോകില്ല. അവരുള്ളതും അവർ തെറ്റാണോ ശരിയാണോ എന്നല്ല, അവർ ചെയ്യുന്നതെന്തോ അത് അവരും പടച്ചോനും തമ്മിൽ തീർത്തോളും എന്നേ പറയുള്ളൂ. അല്ലാതെ അവരെ ഉപദേശിച്ച് തെറി വിളിച്ച് തോന്നിയാസം വിളിച്ച് നന്നാക്കാനല്ല നോക്കുക. ഈ തെറി വിളിയും തോന്നിയാസം വിളിയൊക്കെ മോശമല്ലേ? അതെന്താ അവർ ചിന്തിക്കാത്ത? അപ്പൊ അവർക്ക് സ്വർഗത്ത് പോകണ്ടേ? അതവർ ചിന്തിക്കുകയേ ചെയ്യുന്നില്ല.